നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. ടീച്ചറേന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വെപ്പുമുടി സത്യഭാമ എന്ന. ഹായ് ഗൈസ്, ഫൈനലി ഇന്നത്തെ ടോപ്പിക് ഈസ് അബൌട്ട് സത്യഭാമ. കലാമണ്ഡലം സത്യഭാമ എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വിഷയം. ഈ വിഷയം കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. എന്നാൽ സത്യഭാമ മാഡത്തിൻ്റെ റിപ്ലൈ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടത്. ആൻഡ് ഇന്ന് ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കൈസ് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനൽ ഈ കോണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യഭാമ ചേച്ചിയുടെ ഒരു റിപ്ലൈ കണ്ട സമയത്ത് കുറച്ച് വാക്കുകൾ സംസാരിക്കണം എന്ന് തോന്നിയെടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നന്ദനയും സത്യഭാമയും ചേർന്നുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോൺട്രവേഴ്സി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം ആദ്യം സത്യഭാമ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. പല വ്യക്തികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നന്ദന ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് വീണ്ടും സത്യഭാമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോനെ ഏറ്റുപിടിച്ചുകൊണ്ട് നന്ദനയും ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കോണ്ടന്റ്. ഓവറോളായി പറയുകയാണെങ്കിൽ ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് കണ്ണിൻ്റെ ദൃഷ്ടിക്ക് ഇഷ്ടമില്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം. ജാതി, നിറം, ഇത് രണ്ടുമാണ് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നിറം കുറഞ്ഞ വ്യക്തികളെ ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല നിറം എന്ന് പറയുന്നത് വെളുപ്പ് മാത്രമാണ്. കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ ഭയങ്കര താഴ്ത്തിക്കെട്ട് കാണുന്നതാണ്. ആൻഡ് ഇവർക്ക് ഇവരതായ രീതിയിലുള്ള ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. അതാണ് ലോകത്തിൽ എല്ലാവർക്കും വേണ്ട സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുന്നതിനെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെന്ന് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം. അത് ചിലർക്ക് ഭംഗിയാവാം, ചിലർക്ക് സ്വഭാവമാവാം, ചിലർക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ആവാം, പലർക്ക് പല പെർസ്പെക്റ്റീവ് ആവാം. പക്ഷേ സത്യഭാമയുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം പുള്ളിക്കാരിക്ക് ഒരു കോൺസെപ്റ്റ് ഓഫ് സൗന്ദര്യമുണ്ട്. അതിലാണ് ഈ വെളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ ഈ അവരുടെ ആ മറ്റേ ആനവാല് പോലത്തെ മുടിയും ആയിരിക്കാം. അപ്പം ഈ കോൺസെപ്റ്റൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഇതാണ് ഇവരെ സംബന്ധിച്ച ഒരു സൗന്ദര്യം. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആര് നിന്നാലും എന്ത് സംസാരിച്ചാലും ഇവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പം എനിക്ക് ഇവരുടെ കുറ്റങ്ങളിൽ തന്നെ ഏറ്റവും മെയിനായിട്ട് അറിയുന്ന രണ്ടാൾക്കാരായിരുന്നു. ഒന്ന് നമ്മുടെ കലാഭവൻ മണിയുടെ അനിയൻ. പുള്ളിക്കാരനൊരു നർത്തകനാണ്. പുള്ളീൻ്റെ ജാതിയും പുള്ളീൻ്റെ നിറത്തെയും പറഞ്ഞ് ഇവർ കളിയാക്കിയിരുന്നു. കാരണം മോഹിനിയാട്ടം പുള്ളീൻ്റെ കലാരൂപത്തെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടിട്ട് ഭയങ്കര പുള്ളിക്കാരി അങ്ങ് മോശമാക്കിയിരുന്നു. ഞാൻ ആ വിഷയം എടുത്തിട്ട് റിയാക്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, അത് ഞാൻ റിയാക്ട് ചെയ്തില്ല. രണ്ടാമത് എനിക്ക് ആ സമയം ഞാൻ ഈ റിയാക്ഷൻ ഫീൽഡ് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്, ഐ എം സോറി. രണ്ടാമത്തെ ഒരു സാധനം നമ്മളുടെ ഈ മറിമായം കാണുന്നവർക്ക് അറിയാം. മറിമായത്തിലെ മണ്ടോദരീനെ പിണ്ടോദരി എന്ന് വിളിച്ച ഒരു സാധനം, അത് ഞാനെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ആൻറ്റി നമ്മുടെ സത്യഭാമ ചേച്ചി ഈ നന്ദനേൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ആർക്കും ഇഷ്ടപ്പെടില്ല. ആരോട് സത്യഭാമേനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു 75% ഓഫ് ആൾക്കാരും ഇവർക്ക് എഗെയിൻസ്റ്റേ പറയുള്ളൂ. പിന്നെ 25% ഓഫ് ആൾക്കാർ ഇവരുടെ അതേ മാനസിക മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവും. അവരെന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇവരുടെ വീഡിയോസ് ആണെങ്കിലും വീഡിയോസിന് താഴെയുള്ള കമൻറ്റ് ആണെങ്കിലും ഇവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ കീഴിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റ് തന്നെയാണ് ഈ പെർട്ടിക്കുലർ വുമൺ അഗെയിൻസ്റ്റ് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ മേഡവും നന്ദനയുമായിട്ടുള്ള കോൺട്രവേഴ്സിയുടെ ആരംഭം എന്ന് പറയുന്നത് നന്ദനേൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ്. സോ നമുക്ക് ആദ്യം നന്ദനേൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഒരു വ്യക്തിനെ എന്തൊക്കെ അധിക്ഷേപിക്കാം, അങ്ങനെ മാക്സിമം ആള് വലിയ സൗന്ദര്യറാണിയാണോ വിചാരം? കുറച്ച് മുടിയുണ്ട് സമ്മതിച്ചു. എന്തുകൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമേ അല്ല, ഞാൻ പറയാം കുറച്ച് ബോധത്തിൽ സംസാരിക്കും ചേച്ചി. എന്താണ് പറയണെന്നുള്ളതും മറ്റുള്ളവരെ എങ്ങനെ അവരുടെ മനസ്സെത്ര വേദനിക്കുന്നുള്ളൂ. അപ്പൊ അവരെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അപ്പൊ വരെ ഒരു തെറിയും പറഞ്ഞ ഓരോന്നൊക്കെ പറയും. കുറച്ച് കോമൺ സെൻസിൽ ഇത്രയും കലാമണ്ഡലാണെന്നൊക്കെ പറഞ്ഞ വലിയ ഡാൻസർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഡാൻസേഴ്സിനാണ് ആള് കുറ്റം പറയുന്നുണ്ട്. നമ്മുടെ രാമകൃഷ്ണ മാഷിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ, കലാപചേട്ടന്റെ അനിയനെ പറ്റിയിട്ട്. ഇവർക്കൊക്കെ ആ സ്ത്രീക്ക് എന്തോ യോഗ്യത ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. കലാമണ്ഡലം എന്ന് ഫ്രണ്ടിൽ പേര് വെച്ച ഞാൻ നന്ദന കലാമണ്ഡലം എന്ന് ഫ്രണ്ടിൽ പേര് വെച്ചാൽ കലാമണ്ഡലാവോ? നന്ദന പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം
പേഴ്സണലി പറയുകയാണെങ്കിൽ അത്രത്തോളം നമ്മളുടെ കലാമണ്ഡലം സത്യഭാമേനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നുമല്ല നന്ദന പറഞ്ഞത്. നന്ദന പറഞ്ഞൊരു സാധനം എല്ലാ വ്യക്തിയുടെ മനസ്സിലും തോന്നുന്ന ഒരു സാധനമാണ്. കുറച്ച് സ്റ്റാൻഡേർഡിൽ പറഞ്ഞൂടെ എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. ഈ ഒരു വീഡിയോന് നന്ദനയ്ക്ക് എഗെയിൻസ്റ്റ് പറയുന്ന ഒരു സാധനം കേട്ടാൽ തന്നെ ഏകദേശം സത്യഭാമ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും. കാരണം ആ രീതിയിലാണ് ഈ പെർട്ടിക്കുലർ വുമൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതിൽ ഒന്ന് സ്റ്റാൻഡേർഡോട് കൂടി സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് ഇത്രമാത്രം തെറ്റ്? ഒന്നുമില്ലെങ്കിലും ഇവരെ പറയുന്നത് കലാമണ്ഡലത്തിലെ അധ്യാപിക എന്നാണ്. അധ്യാപിക എന്ന് വെച്ചാൽ ടീച്ചർ. ആ ഒരു പ്രൊഫഷന് മാഡം കൊടുക്കേണ്ട ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, മാഡത്തിൻ്റെ പൊസിഷന്. ആ രീതിയിൽ എന്തുകൊണ്ട് ഇവർ പെരുമാറുന്നില്ല? ഇവർക്ക് ഇവരോട് മാത്രമേ റെസ്പെക്റ്റ് ഉള്ളൂ. അല്ലെ വെളുത്തിട്ടില്ല നല്ല മറ്റേ ഇവർ പറയുന്ന പോലെ ഉന്ന ജാതിയിലുള്ള ആൾക്കാരോട് മാത്രമേ ഇവർക്ക് റെസ്പെക്റ്റ് ഉള്ളൂ. കളറ് കുറഞ്ഞ വ്യക്തിയോടൊന്നും ഇവർക്ക് ഒരു വിധേനയുള്ള റെസ്പെക്റ്റ് കൂടിയില്ല. അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ആളോടൊന്ന് നന്നായി സംസാരിച്ചൂടെ എന്ന് ചോദിച്ചതിന് ഇത്രമാത്രം എന്താ കുറ്റം എന്നറിയില്ല. ആൻഡ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനം 100% കറക്റ്റാണ്. ഇവരുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആരെ പറ്റിയും എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഇവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് വലിയൊരു വിഷയമാക്കി എടുക്കും. അന്തർദേശീയത്തിൽ പോകുന്ന പോലെ വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് തന്നെ എടുക്കും. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം സത്യഭാമ മാഡം ഇതിന്റെ ഒരു റെസ്പോൺസുമായി വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഒരു വ്യക്തിനെ അധിക്ഷേപിക്കാം അങ്ങനെ ഈ വീഡിയോ എന്നെ കുറിച്ചിട്ട് ഒരുത്തി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. എന്തുകൊണ്ടാണ് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം അവള് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. മുടിയുണ്ടെന്ന്. ഇത് വെപ്പുമുടിയാണ്, നിനക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് വെപ്പുമുടിയാ. നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. നിന്റെ മോന്ത പോലെ ലോറി കയറിയ മോന്തയാണോ എന്റെ എന്നുള്ളത്. സത്യഭാമ ചേച്ചി അത്ര വൃത്തികേടായിട്ടുള്ള മുഖമൊന്നുമല്ല നന്ദന എന്ന് പറയുന്ന വ്യക്തിക്കല്ലേ. ലോറി കയറിയ പോലെ ചീഞ്ഞളിഞ്ഞ് അല്ലെ ചുക്കിച്ചുളിഞ്ഞ് വളഞ്ഞ് പിളിഞ്ഞിട്ടുള്ള കുഴിയും കൊണ്ടുമുള്ള ഒരു മുഖവുമല്ല. ആൻഡ് ലോറി കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാളുടെ മുഖം ആ മുഖം പോലെ ഒന്നും നിൽക്കൂല. അപ്പം അങ്ങനത്തെ ഒരു മുഖം നന്ദനയ്ക്കുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആൻഡ് അവർ പറഞ്ഞ കാര്യത്തിന് കൊടുക്കേണ്ട മറുപടി കൊടുക്കാൻ ശ്രമിക്കുക. അതിന് പകരം അവർ പറഞ്ഞതുമായി ബന്ധമില്ലാത്ത എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതും മനസ്സിലാവുന്നില്ല. ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ ഈ പെർട്ടിക്കുലർ ആള് പറഞ്ഞേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ലോറി കയറിപ്പോയൊരു മുഖം. ഇപ്പം ഇവരുടെ അതിനേക്കാളും സൗന്ദര്യം, എന്താ സൗന്ദര്യം എന്ന് വെച്ചാൽ മാഡം ഡിഫൈൻ ചെയ്തേ, വലിയ പൊട്ടും ചുണ്ടിൽ ലിപ്സ്റ്റിക്കും പിന്നെ നീളത്തിലുള്ള മുടിയാണോ അല്ലെങ്കിൽ സാരിയുമാണോ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്? സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടറാണ്. ക്യാരക്ടർ പോയാൽ ബാക്കി എല്ലാം പോയിന്ന്. വേറെ എല്ലാം ബാഹ്യമായി ഉണ്ടാക്കാൻ പറ്റും പ്ലാസ്റ്റിക് സർജറി. ഈ ഉള്ളിലൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ടഫാണ്. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. ഏത് പാർട്ടിക്കാരാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണ് ബിഗ് ബോസിൽ പോകുന്നത് എന്ന് എനിക്കറിയാം. ഇവിടെ എന്ത് പാർട്ടി എന്ത് ലെവൽ എന്നുള്ളത് എന്താണ് സത്യഭാമ മാഡം ഉദ്ദേശിച്ചത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കറിയാം. ഞാനത് എടുത്തു പറയുന്നില്ല. കാരണം ഞാനത് എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെല്ലാവരും കരുതും, ചിലപ്പോൾ സത്യഭാമ ചേച്ചി എന്നെ പറയും ഞാനതല്ല ഉദ്ദേശിച്ചത്, വളച്ചൊടിച്ചാണ്. പക്ഷെ കേൾക്കുന്ന നിങ്ങൾക്കറിയാലോ ആ രീതിയിലാണ്. ബിഗ് ബോസ് 7 സീസണിൽ പോയ എത്ര ലേഡി കഥാപാത്രങ്ങളുണ്ട് അല്ലെങ്കിൽ മെൻ കഥാപാത്രങ്ങളുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെയും നിങ്ങളുടെ ഇതിനെയുമാണ് ഇവരിവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാവുന്നതാണ്. ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ എങ്ങനെയാ പോയത്, എന്ത് സ്റ്റാൻഡേർഡാണ് എന്ന് എനിക്കറിയാതെ. ബിഗ് ബോസിൽ നീയാണോ വലിയ സുന്ദരി? നീ എന്റെ സൗന്ദര്യത്തിനെ പറയാ, നീ ആരേടി? ഒരു വ്യക്തിനെ 68 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരെ? നീ എന്റെ പ്രായമാവില്ല. അതിനു മുമ്പ് നീ ചുമരിൽ തൂങ്ങും മാലയിട്ട് കേട്ടാ. എന്നെ ഒന്നും പറയാറായിട്ടില്ല കേട്ടാ. ചുമരിൽ പോവുമെന്ന് എങ്ങനെയാണ് ഈ ലേഡിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് സംസ്കാരം ഇവർക്കുള്ളത്?
ഇവർ ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. കല എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഗോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അത്ര പരിശുദ്ധമായിട്ടുള്ളൊരു സാധനമാണ്. ആ പേര് കൊണ്ട് നടക്കുന്ന ഒരു ലേഡിയുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു ഡയലോഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇത്? 68 എന്താ ചേച്ചി ഉദ്ദേശിച്ച സൗന്ദര്യം എന്ന് എനിക്ക് എന്താ ഇത്രമാത്രം സൗന്ദര്യം? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ സൗന്ദര്യം? ഇതിലും എത്ര ആൾക്കാരുണ്ട് 68 വയസ്സുള്ള? എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുക 68 സൗന്ദര്യം എന്ന്. അപ്പോൾ യൗവനത്തിൽ ഞാൻ ഇതിലും അടിപൊളി എന്താ ഇതിലെ സൗന്ദര്യം എന്ന് എനിക്ക് അറിയില്ല. അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുന്നത് ഞാൻ കണ്ടു. എല്ലാ വ്യക്തികളെയും നിങ്ങൾ അവരുടെ സൗന്ദര്യത്തെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എന്താ നിങ്ങൾ ഉദ്ദേശിച്ച ലോകം കണ്ട സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മുഖമാണ്. ഈ ബാഹികമായ സൗന്ദര്യം ഉണ്ടായിട്ട് ഉള്ളിൽ ഒരു ക്യാരക്ടറും ഇല്ലെങ്കിൽ ആരാ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറ്റം പറയാൻ പോകുന്നത്? മോന് 44 വയസ്സുണ്ട്. നിനക്ക് എത്ര വയസ്സായി? നിന്റെ പ്രായത്തിനൊത്ത് നീ കളിക്കും. എന്റെ എന്തൊന്നും സൗന്ദര്യം ഉണ്ട് നിനക്ക്. അവിടെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ആമ്പിള്ളേരെ സൗണ്ടൊക്കെ കേട്ടില്ല സത്യഭാമ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആള് വേണമായിരുന്നു സംസാരിക്കാൻ. എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. നിനക്കറിയാവോ? നീ എന്താ 2 സെക്കൻഡ് പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞ്? കുറച്ചൊരു 10-20 മിനിറ്റ് ആകുന്ന എന്നെ കുറിച്ച് പറയാത്ത എന്തായിരുന്നു? ഞാൻ സംസാരിക്കണ നീ കേട്ട? എനിക്ക് സംസാരിക്കാൻ അറിയില്ലേ? നിനക്ക് എത്ര സമയം സംസാരിക്കണം ഞാൻ നിന്നെ കുറിച്ചല്ല ഏത് സബ്ജക്റ്റ് സത്യഭാമ അസലായിട്ട് സംസാരിക്കും. സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ വെച്ചനക്കി കിട്ടുന്ന ആളാ കേട്ടാ. അതിന് പ്രത്യേക കോച്ചിങ് ഒന്നും വേണ്ട. സാമാന്യം ബോധം മതി. അത് നീ ആദ്യം പോയി പഠിക്കും. നീ എന്നെ പറയാറായിട്ടില്ല കേട്ടല്ലടി. ഒരുത്തിയെ ഞാൻ കുറെ ദിവസം മുമ്പ് കൊടുത്തു. ഒരു സീരിയൽ നടി. അവൾ ഏതൊക്കെയാ യൂട്യൂബിൽ കിടത്തുള്ള ഒരുത്തി. അപ്പൊ അവള് അടുത്ത ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? നമ്മളെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും മറുപടി പറയണം. കേരളക്കാരെ മൊത്തം എന്റെ കൂടെയാ. എല്ലാ കേരളക്കാരെയും എന്റെ കൂടെയുണ്ട്. ഏത് കേരളക്കരയാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം. ഇതേ കോൺസെപ്റ്റിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർ ഇവരുടെ കൂടെ ഉണ്ടാവും. എന്തായാലും എനിക്കറിയുന്ന എൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ മേ ബി എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോട് തന്നെ നിങ്ങൾ വലിയ രീതിയിൽ കമൻറ്റ് ഇടണം. ഐ സപ്പോർട്ട് അല്ലെങ്കിൽ ഐ ഡിഡൻറ്റ് സപ്പോർട്ട് എന്ന് മാത്രം കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും സത്യഭാമ എന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? എനിക്കറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുകയാണ് സീരിയസ്ലി. കാരണം എനിക്കറിയില്ല. ഇങ്ങനത്തെയൊക്കെ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം വ്യക്തികൾ ഈ കേരളത്തിലുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം എല്ലാവരും, കാരണം കേരളക്കാരെ മുഴുവൻ എനിക്ക് സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് തിങ്, പക്കാ അഹങ്കാരമാണ് ഈ പെർട്ടിക്കുലർ ലേഡിക്കുള്ളത്. പക്കാ അഹങ്കാരം എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞാൽ എനിക്ക് എന്ത് സെൻറ്റൻസ് കിട്ടിയാലും സ്റ്റേജിൽ നിന്ന് സംസാരിക്കും. എടോ എന്ത് സംസാരിക്കുന്നു, സ്റ്റേജിൽ നിന്ന് എന്ത് സംസാരിക്കുന്നു എന്നാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ചക്ക എന്ന് പറയുമ്പോൾ അവിടെ കയറി മാങ്ങാന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അല്ലാണ്ട് ചക്ക എന്ന് പറയുന്ന സമയത്ത് അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് അഹങ്കാരവും അഹന്തയും കാണിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ചക്ക എന്ന് പറയുമ്പോൾ ചക്കേനെ പറ്റി മര്യാദയ്ക്ക് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവണം. അവർ മാത്രമേ നല്ലൊരു നല്ല പ്രാസംഗികനാവുന്നുള്ളൂ. അല്ലാണ്ട് എന്തേലൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനേക്കാൾ പ്രായമുണ്ട് എന്ന് കരുതി നിങ്ങളുടെ പ്രായത്തിൽ നിന്ന് സംസാരിക്കേണ്ട സ്റ്റാൻഡേർഡിലല്ല നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദനേൻ്റെ പ്രായത്തിൽ നന്ദൻ എന്ത് സംസാരിക്കണം എന്നുള്ള നന്ദനേൻ്റെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യം മാത്രമാണ്. അവിടെ ചോദ്യം ചെയ്യാനോ പറയാനുള്ള റൈറ്റോ അവകാശം നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. സത്യഭാമ ചേച്ചി, അതല്ല നീയൊക്കെ പറഞ്ഞത് ഇട്ടിട്ടാ ഞാൻ ഇത് ഇടണത്. ഞാൻ സംസാരിച്ചത് ഇടുന്നത് നീ എന്നെ പറഞ്ഞതിനൂടി ഞാൻ ഇടും എന്നിട്ട് ഇടുന്നേ. അപ്പൊ കേരളക്കാരെ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. എനിക്ക് ഇഷ്ടം പോലെ സപ്പോർട്ട് ഉണ്ട്. നീ എന്റെ ഫോളോവേഴ്സിനെ ഒന്ന് നോക്ക് എത്രയുണ്ടോ. ഞാൻ 1 വർഷം പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. മനസ്സിലായില്ല? നീ എന്നെ പറയാറായിട്ടില്ല. ഈ ലോറി കയറി ഇറങ്ങിയ മോന്തയാണ് നിന്റെ. മനസ്സിലായില്ല? നീ എന്നെ പറയല്ലേ. വവ്വാല് ചപ്പിയ നിന്റെ മുടി. വവ്വാല് ചപ്പിയത് നീ കാണും. നീ വവ്വാലിനെ ആർക്കറിയാം നിനക്ക്? ഇത് വവ്വാല് ചപ്പിയതല്ലേ? ഇതൊക്കെ ഒറിജിനലാ കേട്ടാ. നീ മുടിയുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്തായാലും നീ നിന്റെ കാര്യങ്ങളൊക്കെ പോയി ജീവിക്കട്ടാ. ഇനി ഇതിന് മറുപടിയായിട്ട് നീ വാ. നല്ല ഒന്നാമതായിട്ട് നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഞാൻ പറഞ്ഞിരിക്കും. അത് പറയുന്നുള്ള 100% ഉറപ്പാണ്. കാരണം സത്യഭാമ ചേച്ചീൻ്റെ അത്ര സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ലേഡി കലാമണ്ഡലത്തിൽ ഇന്നേ വരെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ലോറി കയറിയ മോന്ത, പടം വരണം, വവ്വാല് ചപ്പിയ മുടി. എന്ത് ഈ വവ്വാല് ചപ്പിയ മുടി? എന്ത് ഉദ്ദേശിച്ച് സ്ട്രൈറ്റൻ ചെയ്ത മുടീനെയാണോ? അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയോ? കുറച്ച് മുടി ചെയ്യുന്നതിൻ്റെ? ഇല്ലല്ലോ, നാച്ചുറലിസ്റ്റിക്കലി വലിയ മുടിയുള്ള ആളാണ്. എന്താ ചെയ്യും? എന്തായാലും ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നന്ദന വന്നിട്ടുണ്ട്. ദറ്റ് വാസ് ആൻ അടിപൊളി വീഡിയോ. നമുക്ക് ആ വീഡിയോയും കൂടെ കാണാം. നിങ്ങൾ കുറച്ച് പേര് എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദാ കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. കേട്ടില്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ വെക്കാട്ടോ വീഡിയോ.
എന്റെ ശബ്ദം കൂടി ഉണ്ട്, അതിൽ മനസ്സിലാവുന്നില്ല എന്താണ്, ക്ലിയർ ആവുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പറയണത്. ഒരു വ്യക്തിയെ, യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയെ എടി പോടി എന്ന് വിളിക്കാനും ജാതിയുടെയും നിറത്തിന്റെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പരസ്യമായിട്ട് അപമാനിക്കുന്ന, ഉള്ളില് കാളകൂടം വിഷം നിറച്ച് എല്ലാ വീഡിയോസിലും തുപ്പുന്ന നിങ്ങളെ എന്തായാലും ഞാൻ ഇനി ടീച്ചറെ എന്ന് വിളിക്കാൻ പോകുന്നില്ല. ടീച്ചറെ എന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് 100 200 1000% ഞാനും യോജിക്കുന്നു. ടീച്ചർ എന്ന് വിളിക്കാൻ 1% പോലും യോഗ്യത അല്ലാത്തൊരു ലേഡിയാണ്. കാരണം ടീച്ചർ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. അതുവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ക്വാളിറ്റി കൂടി നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചറെ എന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വെപ്പുമുടി സത്യഭാമ എന്നാണ്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർന്ന പേരേ. ഞാനിപ്പോ സത്യഭാമ എന്ന് വിളിക്കണായിട്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്താ പ്രായത്തിന് ബഹുമാനിക്കാത്ത നന്ദനെ, 68 വയസ്സായ ഒരു സ്ത്രീയല്ലേ. ശരിയാണ്, പ്രായത്തിന് ബഹുമാനിക്കണം. അത് മനുഷ്യർക്ക് പ്രായമാകുമ്പോഴല്ലേ ബഹുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. കഴുതകൾക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ബഹുമാനിക്കാറില്ലല്ലോ. കഴുതകൾ തന്നെയാണല്ലോ. ഇപ്പൊ ചെറുതായാലും വലുതായാലും കഴുത തന്നെയാണ്. മേ ബി പല ആൾക്കാർക്കും ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നന്ദനേൻ്റെ അടുത്ത് ദേഷ്യം തോന്നാം. ഓഫ് കോഴ്സ് എനിക്ക് ദേഷ്യം തോന്നിയില്ല. ദ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം റെസ്പെക്റ്റിലാണ് നന്ദന സത്യഭാമയായിട്ട് സംസാരിച്ചത്. തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് സത്യഭാമ നന്ദനേൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം നന്ദനയും ആ ടോണിൽ തന്നെ റിപ്ലൈ കൊടുത്താൽ മതി. നന്ദനേൻ്റെ മുടീനെ വവ്വാൽ ചപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യഭാമേൻ്റെ മുടീനെ വെപ്പുമുടി എന്ന് പറയുന്നത് തെറ്റുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആൻഡ് നന്ദനേനെ പടമായി ഭിത്തിയിൽ തൂക്കണം എന്ന് പറയുന്ന സമയത്ത് സത്യഭാമേനെ കഴുതയെന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങൾ പറയാം. പിന്നെ നമ്മുടെ ആളുടെ ഒരു വോയിസ് ഉണ്ട്, അതെല്ലാരും കേൾക്കണേ, ഞാൻ കേൾപ്പിച്ചാ. നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോഹത്താണ് നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ സത്യഭാമ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസിൽ കയറുന്നത് ഏത് ലെവലാണ്, ഏത് പാർട്ടികളാണെന്നൊക്കെ അറിയാമെന്ന്. ഞങ്ങൾ ബിഗ് ബോസിൽ കയറി ഈ സീസൺ 7 വരെയുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് കയറിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓഡീഷൻ കഴിഞ്ഞ് നല്ല അന്തസ്സായിട്ട് കയറിയതാ. ഇപ്പൊ എന്താ പറയാ, വെപ്പുമുടി സത്യഭാമ കലാമണ്ഡലത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഏത് ലെവൽ ഏത് പാർട്ടി വരെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോ ആ രീതിക്ക് കയറിയതാണെങ്കിലോ. നിങ്ങളെ പോലെ തരം താഴ്ന്ന രീതിയിലാണ് എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും കയറുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെ പോലെ തരം താഴാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ചോദിച്ചു വാങ്ങി എന്നല്ലാണ്ട് എന്താ പറയണ്ടേ? നന്ദനേനെ വളരെ പരസ്യമായ രീതിയിൽ പറയാണ് നീ ബിഗ് ബോസിൽ കയറിയത് എന്ത് ചെയ്തിട്ടാണെന്നുള്ളത് എനിക്കറിയാം. ഇൻഡയറക്ട്ലി നന്ദനേനെ മോശമാക്കിയല്ലേ, നന്ദന സെയിം താനും തിരിച്ചിട്ടു. കാരണം കലാമണ്ഡലത്തിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത നിങ്ങൾ കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ആർക്കറിയാം. ഒരു മിസ്റ്റേക്കും പറയാനില്ല. കാരണം നന്ദനേനെ പറഞ്ഞ കാര്യമാണ് നന്ദന തിരിച്ചു ചോദിച്ചു കൊടുത്തത്. എന്ത് മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. നീ എന്റെ പ്രായമാവില്ല, അതിനൊന്നും നീ ചുമട്ടിൽ തൂങ്ങും മാലയിട്ട്. ഈ 68ാമത്തെ വയസ്സില് മുഖത്ത് പൊട്ടിയിട്ട് നാട്ടുകാരെ തെറിയും കേട്ട് ചീഞ്ഞളിഞ്ഞ് പൊഴുത്തും ജീവിക്കണായിട്ട് നല്ലത് ഞാൻ നേരത്തെ കാലത്ത് പോണത് തന്നെയാണ് കേട്ടോ. എനിക്കറിയുന്ന കലാമണ്ഡലത്തിലെ ടീച്ചർമാരൊക്കെ നല്ല സംസ്കാരമുള്ള ടീച്ചർമാരാണ് കേട്ടോ. ഇത് ഏത് കലാമണ്ഡലാണാവോലെ? അത് പറഞ്ഞപ്പോഴാ വ്യാജ ഡോക്ടർ, വ്യാജ വക്കീൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വ്യാജ കലാമണ്ഡലം എന്ന് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പൊ പൈസ കൊടുത്തിട്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആ രീതിയിൽ മറ്റേ രീതിയിൽ കലാമണ്ഡലം കിട്ടിയ സത്യഭാമയല്ല വെപ്പുമുടി സത്യഭാമേ. അത് ഈ ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടൊന്നും ഈ 68 വയസ്സിൽ ഇരിക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ പിള്ളേരെ കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു പ്രത്യേക സൂക്കേടുണ്ടല്ലോ. അത് വല്ലാത്തൊരു സൂക്കേടാണ് കേട്ടോ. വല്ല രാമായണം വായിച്ചിരിക്കേണ്ട സമയത്താണ് ഇങ്ങനെ ഈ 68 വയസ്സിൽ കാണാന്ന് പറയണ്ടേ. രാമായണം വായിച്ചിരിക്കും. ഞാനൊരു പോയിന്റ് വിട്ടുപോയിട്ട് നിങ്ങളോട് പറയാനായിട്ട്, കേരളക്കാരെ മൊത്തം നമ്മുടെ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലവരുടെ കമന്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ വായിക്കട്ടാ ഇതിന്റെ ഈ തള്ളക്ക് ഇതെന്തിന്റെ സൂക്കേടാണ്? കമന്റ് ആണേ. മോന്ത കണ്ടാലും മതി, മലച്ച ചുണ്ടും തൂങ്ങിയ സ്കിന്നും കൊണച്ച സംസാരവും പാറക്കല്ലിലിട്ട് ഉരച്ച ശബ്ദവും, കുറച്ചൊക്കെ ബഹുമാനം വേണ്ട. എന്ത് കമന്റ് അത്? ഇതിന്റെ ബാക്കി കൂടി ഉണ്ട്, അതുകൂടി വായിക്കട്ടോ. ഈ കിളവിക്ക് വെറും അസൂയാണ്. ചെറുപ്പക്കാരെ കാണുമ്പോൾ അത് കുഴിയിൽ കാലും നീട്ടി ഇരിക്കുന്ന ചില വാർദ്ധക്യ കൃമികൾ. അങ്ങനത്തെ ഒരു പേരുണ്ട്, എനിക്ക് ഇഷ്ടായി. പ്രത്യേകം കണ്ടുവരുന്ന ഒരു അസുഖമാണിത്. പിന്നെ കേരളക്കര കൂടെയുണ്ട്. അത് നിങ്ങളുടെ കഴിവ് കണ്ടല്ല, നിങ്ങളുടെ ഭംഗിയും കണ്ടല്ല. ആ പിഴച്ച നാവിൽ നിന്നും വരുന്ന വൃത്തികെട്ട വർത്താനം കേട്ട് വെറുപ്പായി അതിന് തിരിച്ചു പറയാനാണ് നിങ്ങളെ ഫോളോ ചെയ്ത്. ടീച്ചറല്ല, വെപ്പുമുടി സത്യഭാമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫോളോ ചെയ്താൽ മാത്രമേ കമന്റ് ഇടാൻ പറ്റുള്ളൂ. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് കമന്റ് ഇടണേ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണട്ടോ. ഓക്കെ, ഇത്രയും വൃത്തികെട്ട ഒരു പിശാചി പിടിച്ച് തള്ളയെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടേ എന്ന് ഞാനല്ല പറഞ്ഞത്.
കമന്റ് ആണേ. ഇതിലും കൂടുതൽ കുറെ കേരളക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ വായിക്കട്ടെ? വായിച്ചാൽ നിങ്ങൾ തന്നെ നാറും. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റൊക്കെ തെരഞ്ഞാൽ മതി, ആ കമന്റുകളൊക്കെ കാണാട്ടോ. പിന്നെ ഒരു പ്രധാന കാര്യം കേട്ടോ, നിങ്ങളെ പോലെ സോഫയും വലിച്ചു നീട്ടിയിരുന്ന് പൊട്ടും തൊട്ട് സാരി ഉടുത്ത് കണ്ണെഴുതി ലിപ്സ്റ്റിക് കൂട്ടിട്ട് കാണാകൂടാ വർത്താനം പറയാൻ സത്യത്തിൽ എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് ആ സമയമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും പിടിച്ച് കുറ്റം പറയണേ. പറയട്ടെ വയസ്സാം കാലത്ത് ഇഷ്ടംപോലെ ചിന്തയുള്ള ആൾക്കാരുണ്ടായില്ല, നിങ്ങളെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നോളൂ. ഇനി നിങ്ങൾ വീണ്ടും എന്നെ കുറിച്ച് വേറെ വീഡിയോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ വീട്ടില് അരി മേടിക്കാനായിട്ട് എനിക്ക് ജോലിക്ക് പോകണം. ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് സത്യത്തിൽ സമയമില്ല. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇതിലും വലിയ കമന്റുകൾ അങ്ങ് സ്വപ്നത്തിൽ മാത്രം. അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലൈവായിട്ട് കണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ അടിച്ച് അണ്ണാക്കിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നന്ദനയുടെ റിപ്ലൈ പൊളിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സ്റ്റാൻഡേർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബാക്കി ഇനി തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. കേരളക്കാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സത്യഭാമയാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.